എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ പതിവ് പോലെ ഇന്ന് ഒരുങ്ങി നിപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ ഇന്നൊരു ക്ഷേത്ര ദർശനമാണ്. അതിനാണ് ഞാൻ സാരി കൊടുത്ത് ഒരുങ്ങിയേക്കുന്നത്. അപ്പം ഞാനും ചേട്ടായും റെഡിയായി. ഞാൻ തന്നെ എടുത്താണ് ഗൈസ്, തന്നെ എടുത്താണ്. അമ്മ നല്ലതാന്ന് പറഞ്ഞ് നമ്മളിങ്ങോട്ടാണ് പോകുന്നത്. ചോറ്റാനിക്കര. എന്താണ് വൈകുന്നേരം തിരഞ്ഞെടുത്തത് പോവാൻ? ചുമന്നിരിക്കുന്നു, കട്ടൻ്റെ വട്ടം അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് എന്തൊക്കെയോ ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ എല്ലായിടും അടച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ്. അപ്പോൾ അമ്മ റെഡിയായിട്ട് ഇറങ്ങി. ഇനി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് 5 മണി ആയിട്ടാണ്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ചേട്ടായി വണ്ടി എടുക്കാനായിട്ട് വണ്ടിയിലേക്ക് കയറി. അപ്പോൾ അച്ഛൻ അതിനുള്ളിൽ ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങൾ വണ്ടി കയറി. അച്ഛൻ നോക്ക്, ഹൈ പറ. എന്റെ ക്യാമറ നോക്ക്, ഹായ് പറ. അമ്മ ഹായ് പറ, ചേട്ടാ ഹായ് പറയണ്ട. അപ്പോൾ അച്ഛന് വരുന്ന വഴിയിൽ ലോട്ടറിയുടെ റിസൾട്ട് മേടിക്കണമായിരുന്നു. അത് മേടിക്കാനായിട്ടാണ് അച്ഛൻ കയറി നിൽക്കുന്നത്. അങ്ങനെ അത് മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ വണ്ടി എടുത്ത് ഞങ്ങൾ അവിടെ നേരെ വണ്ടി എടുത്ത് പോയത് പെട്രോൾ അടിക്കാനാണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചിട്ട് വണ്ടി എടുത്ത് നേരെ ഇപ്പോൾ വൈപ്പിങ് കഴിഞ്ഞ് നമ്മുടെ ഗോശ്രീ പാലത്തിൻ്റെ അവിടെ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുറച്ച് നേരം ബ്ലോക്കിലൊക്കെ കിടക്കേണ്ടി വന്ന്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ എറണാകുളം കയറി. അങ്ങനെ ഞങ്ങളൊരു 6 മണി 6:30 ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ചോറ്റാനിക്കരയിൽ എത്തിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാനും വാതിൽക്കൽ വന്ന് ആൾക്കാർ ഇറങ്ങാനും ആകെ ഒരു ഹറിബറി സ്ഥലമായിരുന്നു അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. അപ്പം ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഇറങ്ങി അമ്പലത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്ന്. അപ്പോൾ അവിടുന്ന് തന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഞങ്ങൾ ഫ്രണ്ട് വഴിയല്ല കയറിയത്, കാരണം കാർ പാർക്കിംഗ് ചെയ്തെടുത്ത് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അപ്പോൾ ആ വഴിയിൽ കൂടിയാണ് ഞങ്ങൾ കയറി പോകുന്നത്. അപ്പം ഞാനും അമ്മയും കൂടെ പയ്യെ നടന്ന് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ പിന്നെ വന്ന് അമ്പലത്തിൽ കയറി തൊഴുകയൊക്കെ ചെയ്ത്. അമ്മയ്ക്ക് അങ്ങനെ തിരക്കിലൊന്നും നിൽക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അമ്മേനെ ഞങ്ങൾ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി തൊഴുതിച്ചതിന് ശേഷം ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തി. കാരണം അമ്മയ്ക്ക് എല്ലായിടും ഓടി നടന്നൊന്നും കാണാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പം ഞങ്ങൾ പിന്നെ ഞാനും അച്ഛനും ചേട്ടായും കൂടിയാണ് മറ്റു സ്ഥലങ്ങളിൽ പോയി തൊഴാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നത്. അപ്പോൾ അതുവരെ അമ്മ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ തന്നെയൊന്നുമല്ലായിരുന്നു, ഒരുപാട് പേര് അവിടെ ഇങ്ങനെ ഇരിക്കുന്നൊക്കെയുണ്ട്. പിന്നെ ഒരുപാട് കാല് വയ്യാത്തവരും ഇങ്ങനെ വീൽ ചെയറിലൊക്കെ കുറേ പേരെ ഞാൻ കണ്ടു കേട്ടോ. ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സാന്നിധ്യത്തിൽ കൊണ്ടുവന്ന് അവരെ ദേവിയെ കാണിക്കുക എന്നുള്ളത് ഓരോരുത്തർ വഴിപാടായിട്ട് നേർന്നിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നല്ലൊരു സന്ധ്യ നേരം ആയതുകൊണ്ട് തന്നെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. രാവിലെ പോകുന്നതിനേക്കാളും ഒന്നുകൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി. സന്ധ്യ ആയപ്പോൾ പോയപ്പോൾ ഒന്നുകൂടെ നല്ലൊരു ഒരു എനർജി കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇത് ക്ഷേത്രത്തിൻ്റെ അവിടെയുള്ള കുളമാണ് കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാവരും ദേവിയെ കണ്ട് തൊഴുതതിന് ശേഷം, അതായത് ചോറ്റാനിക്കര അമ്മേനെ കണ്ട് തൊഴുതതിന് ശേഷമാണ് മറ്റ് സ്ഥലങ്ങളിൽ അവിടെയെല്ലാം താഴെയെല്ലാം പോയി തൊഴാറുള്ളത്. പക്ഷെ ഞങ്ങൾ നേരെ തിരിച്ചായിരുന്നു, വേറൊന്നും കൊണ്ടല്ല. ഞങ്ങൾ വന്ന സമയം നേരത്തിൻ്റെ സമയമായിരുന്നു. അപ്പോൾ അവിടെ ക്യൂ ആൾക്കാർ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ആ ടൈം കൊണ്ട് ഞങ്ങൾ വിചാരിച്ച് താഴെ എല്ലായിടത്തും പോയി തൊഴുതിട്ട് വന്നതിന് ശേഷം ക്യൂവിൽ നിൽക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ താഴെയെല്ലാം പോയി തൊഴുതിട്ട് വന്നതിന് ശേഷമാണ് ക്യൂവിൽ നിന്നത്. ഇനി അങ്ങനെ പോയി നിന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങളുടെ സമയങ്ങളൊക്കെ കാര്യത്തിന് പെട്ടെന്ന് നടന്നു കേട്ടോ. 3/4 മണിക്കൂറോളം ഞങ്ങൾ ക്യൂവിൽ നിൽക്കേണ്ടി വന്ന്. ഞങ്ങൾ പോയത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളി ചൊവ്വയാണല്ലോ ദേവീക്ഷേത്രങ്ങളിലെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത്രയും തിരക്കെന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ ഇത്രയും തിരക്ക് തന്നെ ഉണ്ടാവുമെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ക്യൂ നിന്ന് ഏകദേശം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാറായിരിക്കുന്നു. അച്ഛൻ അവിടെ നിന്ന് നോക്കിയത് അമ്മേനെയാണ്. അമ്മ അവിടെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ആളവിടെ നിന്ന് നോക്കിയതാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ക്യൂ എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒരു വശത്ത് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള ക്യൂ ഉണ്ട്, മറ്റു വശത്ത് പുരുഷന്മാർക്കാണ്. അപ്പം അതിൻ്റെ കൂടെ സ്ത്രീകൾ നിന്നെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അത് പെട്ടെന്ന് കയറാൻ വേണ്ടിയാണ് അവരങ്ങനെ ക്യൂ വെച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അമ്മ അവിടെ തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അടുത്തെത്തി കേട്ടോ. അപ്പോൾ ഇതൊക്കെ തൊഴുതിട്ട് ഇറങ്ങുന്നവരാണ്, അവർ ചന്ദനം മേടിച്ചിട്ട് വരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ തൊഴുതതിന് ശേഷം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി
അപ്പോൾ അമ്മയ്ക്ക് കൊണ്ട് പ്രസാദമൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പയ്യെ ഇനി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പം ചേട്ടായിക്ക് വിശക്കുന്നു നമുക്ക് പോകാമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അച്ഛനും അമ്മയും നടന്നു വരുന്നുണ്ട്. അപ്പം ഞാനും ചേട്ടായിയും കൂടെ ഇങ്ങനെ ചേട്ടായിക്ക് അന്നേരം ഉറക്കം വന്നിട്ട് വായിക്കോട്ട വിടുന്നതാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ ഞങ്ങൾ വന്ന് കാറയിലൊക്കെ കയറി ഇരുന്ന് ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നേരെ ഞങ്ങളിനി വീട്ടിലേക്ക് വിടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾക്ക് സാധാരണ ഒരു ചായയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലതുപോലെ വിശക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ എന്തായാലും കഴിക്കാൻ കയറാമെന്ന് ഓർത്ത് ഞങ്ങളിത് ആര്യാസിൽ കയറി. ഇനി എന്തെങ്കിലും കഴിച്ചിട്ടേ ഞങ്ങളുടെ യാത്രയുള്ളൂ എന്നും പറഞ്ഞ് ഞങ്ങൾ അച്ഛനും അമ്മയും ആദ്യം ഓടി പോവാണ്. അപ്പോൾ ഞാനും ചേട്ടായിയും പുറകെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. മസാല ദോശ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വരുന്നില്ലല്ലോ എന്നും പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയോ ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. അന്ന് അമ്മ ഓർത്ത് എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയേക്കാം. മെനു എടുത്ത് എല്ലാത്തിൻ്റെയും വിലയും കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കുകയാണ്. അച്ഛൻ അതൊക്കെ ഓർത്ത് ദണ്ണപ്പെട്ടിരിക്കുന്നത്. എന്തിനാണോ ഞാൻ ചിരിക്കാൻ പറഞ്ഞതിന് ചിരിക്കുന്നതാണ്. അപ്പം ഞാനും ചേട്ടായിയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ മസാല ദോശ എത്തി. എനിക്കും അമ്മയ്ക്കുമാണ് ആദ്യം കൊണ്ട് തന്നത്. ഞങ്ങളത് ഇവർക്ക് രണ്ടുപേർക്കും വെച്ച് നീട്ടി. അതിനുശേഷം അടുത്ത ട്രിപ്പാണ് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയത്. എങ്ങനെയുണ്ട് അച്ഛാ? കൊള്ളാം. എങ്ങനെയുണ്ട്? എൻ്റെ സ്വന്തം കടയാണ്. വടയില്ലെന്ന് പുള്ളി കയറിയപ്പോഴേ പറഞ്ഞായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വട അതല്ല മൊരിഞ്ഞ വടയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണത്തിൻ്റെ കുറ്റവും കുറവൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ വീട്ടിലെത്തി. അപ്പം ഞങ്ങളുടെ അമ്പലത്തിൽ പോയ ഒരു ചെറിയ ഒരു വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടുത്ത നല്ല അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.